ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു PSC 10th പ്രിലിമിനറി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാറ്റഗറി ബാർ 060 2022 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. മലയാള ഭാഷയെയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ സി ആണ് ഉത്തരം. മലയാളം മിഷനാണ് ഉത്തരം. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മീശ എന്ന നോവൽ രചിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എസ് ഹരീഷ്. മീശ എന്ന നോവൽ രചിച്ചതാരാണ്? എസ് ഹരീഷ് ആണ് ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഓപ്ഷൻ ബി 1951. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ എ ആരോഗ്യ സേതു ആണ് ഉത്തരം. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഓപ്ഷൻ എ തൃശ്ശൂർ. 7 അർജുന അവാർഡ് നേടിയ അങ്കിത റോയിയുടെ കായിക ഇനം ഏതാണ്? അർജുന അവാർഡ് നേടിയ അങ്കിത റോയിയുടെ കായിക ഇനം ഓപ്ഷൻ സി ടെന്നീസ് ആണ് ഉത്തരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്? കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1ഉം 3ഉം. അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 9 നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ടയാണ്. 11 വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ് ആൻസർ. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. 12 താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സൗരോർജ്ജവും ജൈവവാതകവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും എല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. 13 ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 14 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. 15 മണികരൻ താബോർജ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മണികരൻ താബോർജ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹിമാചൽ പ്രദേശ്. 16 സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 18 ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്താണ്. 19 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് NH-44. 20ാമത്തെ ക്വസ്റ്റ്യൻ, മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽ ശൃംഖല ഏതാണ്? മുംബൈയെയും മാംഗ്ലൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ. 21 അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി 1955. നമ്മൾ മൗലികാവകാശങ്ങൾ പഠിച്ചപ്പം ഈ ഭാഗത്തുനിന്നും പഠിച്ചായിരുന്നു.
22 പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന റിട്ട്. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആണ് ഉത്തരം. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനും എതിരായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. 23 ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ ഡി 6 ആണ് ഉത്തരം. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇപ്പം നമ്മൾ വായിച്ച 2-3-4 ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞ് പഠിച്ചു പോയ ഭാഗമാണ്. 24 മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 42ാം ഭരണഘടനാ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. 25 ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1947 ജൂലൈ 22. 26 ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഓപ്ഷൻ എ ഗംഗയാണ് ഉത്തരം. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. 27 ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ദേശീയ ഗീതം രചിച്ചതാരാണ്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത്. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം ആണല്ലേ. 28 ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം? ഓപ്ഷൻ ബി 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം. 29 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 30 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന ഏതാണ്? ഓപ്ഷൻ ബി മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. 31 ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം ആരാണ്? ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. അപ്പം 4-1 എന്നുള്ളത് ശരിയാണ്. അടുത്തത് അപ്പം 4-1 തന്നെ ഒരേ ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പം ആര്യ സമാജം ആരാണ്? ആര്യ സമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ദെൻ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ ചന്ദ്ര സെൻ. അപ്പോൾ കണ്ടോ, നമ്മൾക്ക് ഓപ്ഷൻസ് നോക്കി നമുക്ക് അതിലേക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പെട്ടെന്ന് തന്നെ സാധിക്കണം. ഓക്കെ. 32 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. സാന്താൾ കലാപം നടന്ന വർഷം? 33 സാന്താൾ കലാപം നടന്ന വർഷം 1855-1856 കാലഘട്ടത്തിലാണ്. 34 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ സി ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നത്. 35 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആയിരുന്നു? ഓപ്ഷൻ സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. 36 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. ഓപ്ഷൻ ഡി 1857 മെയ് 10. 37 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? അത് ഓഗസ്റ്റ് 9 1942. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. 38 അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. 39 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക മുന്നേറ്റമാണ് ഓപ്പറേഷൻ വിജയ്. 40 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ? ഓപ്ഷൻ എ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ഏതാണ്? ഡോക്ടർ ഫസൽ അലി ആയിരുന്നു. 41 കേരളത്തിൻ്റെ
ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? 41 ഓപ്ഷൻ എ ആണ് കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. 42 സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്? ഓപ്ഷൻ സി സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഓപ്ഷൻ സി സൈലന്റ് വാലി. കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. 44 കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ആദ്യത്തേത് ചോദിച്ചാൽ പള്ളിവാസൽ. 45 മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ ജില്ലയിലാണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഓപ്ഷൻ സി മറയൂരാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഓപ്ഷൻ സി മറയൂർ ഇടുക്കി ജില്ലയിലാണ്. 47 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഓപ്ഷൻ സി എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഓപ്ഷൻ ബി മലപ്പുറം. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. 50 സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. നീന്തൽ പരിശീലനം 8നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ ഡി സ്പ്ലാഷ്. 51 തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 52 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി വേലുത്തമ്പി കലാപമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ്. 53 ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളുടേതാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ. 54 പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അത് ഓപ്ഷൻ ബി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 55 താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ദൈവദശകം, ദർശനമാല, ശിവശതകം, നിജാനന്ദ വിലാസം. ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. അത് ഓപ്ഷൻ ഡി നിജാനന്ദ വിലാസമാണ്. ബാക്കിയെല്ലാം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ്. 56 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ഓപ്ഷൻ എ പയ്യന്നൂരാണ് ഉത്തരം. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി 1936 തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത്. 58 സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് ഉത്തരം. സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളി. 59 കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൻ എന്ന് അറിയപ്പെടുന്നത്. 60 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഓപ്ഷൻ എ വിമോചന സമരം, ഓപ്ഷൻ ബി സത്യാഗ്രഹം, ഓപ്ഷൻ സി പന്തിഭോജനം, ഓപ്ഷൻ ഡി സവർണജാഥ. ഓപ്ഷൻ ഡി സവർണജാഥയാണ് ഉത്തരം. സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. 61 താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഓപ്ഷൻ ബി വൃക്കകൾ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ വൃക്കകളാണ്. പ്രധാന വിസർജന അവയവം വൃക്കകൾ. 62 ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ അല്ലേ? ഓപ്ഷൻ 1 ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറന്തള്ളപ്പെടുന്നു. 2 ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. 3 ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. 4 ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. 62ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ഇവിടെ ഉത്തരം വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നിശ്വാസ സമയത്ത് നടക്കുന്നത്? ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറത്തേക്ക് വിടുന്നു അല്ലേ? നമ്മൾ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. പിന്നെ ഔരസാശയത്തിൽ വായുമർദ്ദം കൂടുന്നു.
63 ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ഡി ജീവകൻ ഡി ആണ്. റിക്കറ്റ്സ് ജീവകൻ ഡി, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. 64 ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഓപ്ഷൻ എ ക്ഷയം നിപ്പ, ഓപ്ഷൻ ബി നിപ്പ എയ്ഡ്സ്, സി എയ്ഡ്സ് മലേറിയ, ഡി ക്ഷയം എയ്ഡ്സ്. ഇവിടെ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. നിപ്പയും എയ്ഡ്സും വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. 65 സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ആർദ്രം പദ്ധതിയാണ് കേട്ടോ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. 66 ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? ഹരിതഗൃഹവാതകം അല്ലാത്തത് നൈട്രജനാണ്. അപ്പോൾ ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, ക്ലോറോഫ്ലോറോ കാർബൺ എന്നിവ ഹരിതഗൃഹവാതകങ്ങളാണ്. അല്ലാത്തത് ചോദിച്ചപ്പോൾ ഉത്തരം ഏതാണ്? നൈട്രജൻ. 67 വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ഡി മാത്രമാണ് ഉത്തരം, സസ്യപരിപാലനം. ബാക്കിയെല്ലാം വനനശീകരണത്തിന് കാരണമാകുന്നുണ്ട്. 68 ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? ഏതാണ് വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം? ഓപ്ഷൻ സി പെട്രോളാണ്. 69 കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത പാവൽ വിത്തനമാണ് പ്രിയങ്ക. 70 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കോഴിക്കോടാണ് ഉത്തരം, കോഴിക്കോട്. 71 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നു. അത് ശരിയാണോ? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണല്ലേ, നെഗറ്റീവ് ചാർജുള്ളതാണ് ഇലക്ട്രോൺ. ശരി. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണം ാണ് അതിൻ്റെ മാസ് നമ്പർ. ശരിയാണ്. ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡാണ്. അതും ശരിയാണ്. അപ്പം നമ്മുടെ ഇവിടെ ഈ ഓപ്ഷനിൽ ഇത് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ശരിയായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി മാത്രമായിരിക്കും അല്ലേ. 4 മാത്രം തെറ്റ്. എല്ലാം ശരിയെന്നുള്ളതില്ല. അപ്പം 4 മാത്രം തെറ്റ്. 4 എന്താ? ഓരോ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്തമായ ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. ഓപ്ഷൻ എ കാന്തിക വിഭജനം, ബി ജലപ്രവാഹത്തിൽ കഴുകൽ, സി പ്ലവന പ്രക്രിയ, ഡി ലീച്ചിങ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്ലവന പ്രക്രിയയാണ് ഉത്തരം. സിങ്ക് ബ്ലെൻഡ് പ്ലവന പ്രക്രിയ. 73 കാൽസ്യത്തിൻ്റെ ബാഹ്യമത ഷെല്ലിൻ്റെ നമ്പർ എത്ര? കാൽസ്യത്തിൻ്റെ ബാഹ്യമത ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 4 ആണ് വരുന്നത് കേട്ടോ. ഇനി 74 ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എത്രയാണ്? 1 ആണ്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. 75 ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. 76 ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? എന്താണ്? 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ ഗതികോർജ്ജം 4 ഇരട്ടിയാകും. 77 ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാരമാണ് ആകർഷണ ബലം. 78 സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ സോളാർ വാട്ടർ ഹീറ്റർ ആണ് അല്ലേ. 79 താഴെ തന്നിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ചിനാണ് ഈ കൂട്ടത്തിൽ തരംഗദൈർഘ്യം കൂടിയത്. 80 ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് കെൽവിൻ. കെൽവിൻ സ്കെയിൽ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. ഇന്ന് നമ്മൾ 80 ക്വസ്റ്റ്യൻസാണ് പഠിച്ചത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് കേട്ട് പഠിക്കുക. കേട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് ഇടുക. നമ്മൾ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.